ഹലോ, ചക്കട ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ ഞങ്ങൾ. കുറച്ച് ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു പഴുത്തത്. അപ്പോൾ അത് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തിട്ട് ഇപ്പോൾ അട ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അടയും പത്തിരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ അമ്മേനെ വിളിക്കും. ഞാൻ ഈ ഫോണിൽ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ അമ്മ ഇങ്ങനെ ചോദിക്കേണ്ടത് എന്തിനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ യൂട്യൂബിൽ ഇടാനാണെന്ന് പറഞ്ഞപ്പോൾ എന്നെ കളിയാക്കിയിട്ടാണ് ആ കയ്യിൽ ടാക്ഷൻ കാട്ടിയിട്ട് പോണത് കേട്ടോ. അടയും പത്തിരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അമ്മ ഉണ്ട് വെച്ചെങ്കിൽ അമ്മ അത് കുഴച്ച് പരത്തി സെറ്റാക്കി തരും. അപ്പോൾ നമുക്ക് പണി എളുപ്പമല്ലേ. അപ്പോൾ അത് അമ്മ അവിടെ ഇലയിൽ ഇങ്ങനെ പരത്തി തരുന്നുണ്ട്. എന്നിട്ട് എന്നോട് ചക്കയും ഇതൊക്കെ അതിൽ വെച്ചോളാൻ പറയുക. അപ്പോൾ ഞാനതങ്ങനെ വെക്കുന്നുണ്ട്. ഇലയിൽ അടയൊക്കെ പരത്തിയതിൻ്റെ ശേഷം പിന്നെ അത് വേവിക്കാൻ വെക്കുക കേട്ടോ. അതിൻ്റെ ഇടയിൽ മോള് എണീറ്റ് വന്നു. നല്ല ഉറക്കമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വാശിയുണ്ട്. പിന്നെ അമ്മയുടെ അടുത്ത് മോളേനെ ഏൽപ്പിച്ചതിന് ശേഷം അമ്മ പറഞ്ഞത് വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഓരോന്ന് എടുക്കണതിൻ്റെ ഇടയിൽ ഞാനൊന്ന് തുറന്ന് നോക്കിയപ്പോൾ വെന്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വീണ്ടും അത് വേവിക്കാൻ വെക്കുക കേട്ടോ. പിന്നെ മക്കളവിടെ ഇരുന്ന് ബിസ്ക്കറ്റൊക്കെ കഴിക്കുന്നു. അപ്പോൾ അതിൻ്റെ പൊടി എന്തൊക്കെ ഉണ്ട് അതൊക്കെ കൊണ്ടുപോയി കളഞ്ഞ് പിന്നെ തുടയ്ക്കുകയാണ്. അധിക ദിവസം വൈകുന്നേരം കേട്ടോ തുടയ്ക്കുക. തുടച്ച് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ വിളക്ക് കാണിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഒന്ന് മോനാണ് കേട്ടോ ചെയ്യണത്. ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് അവന് നാണം വരിക. പിന്നെ ഞാൻ പോയി മേലെഴുകി വന്നിട്ട് പിന്നെ മക്കൾ തറവാട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെന്നെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ പോവുകയാണ്. തറവാട് ഇവിടെ അടുത്ത് തന്നെ കേട്ടോ, വീടിൻ്റെ നേരെ ഫ്രണ്ടിൽ തന്നെയാണ്. കൊണ്ടുവന്നിട്ട് ഞാൻ അട വെച്ച് കൊടുക്കുകയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അട വെച്ചെടുക്കുമ്പോൾ നോക്കി വെന്തിട്ടില്ല. 2 പ്രാവശ്യം ഓൾറെഡി വേവിച്ചതാണ്. എന്താ പറ്റിയെന്നറിയില്ല, ഇങ്ങനെ ഉണ്ടാവാറില്ല. ബാക്കിയുള്ള അടയ്ക്ക് ഞാൻ തുറന്നു നോക്കുക കേട്ടോ. തുറന്നു നോക്കിയപ്പോൾ അതിലാകെ 3 വെന്തിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഞാൻ കൊണ്ടുപോയിട്ട് വേവിക്കാൻ വെച്ചു വീണ്ടും. അപ്പോൾ 3ാമത്തെ പ്രാവശ്യം കേട്ടോ വേവിക്കണത്. പിന്നെ മോൾക്ക് കൊടുക്കാൻ നോക്കുന്നുണ്ട്. മോള് കഴിക്കണമൊന്നുമില്ല. മോൾക്ക് വലിയ താല്പര്യം കഴിച്ച്. അപ്പോഴേക്കും ഒരു 3 കസേരയിൽ കഴിഞ്ഞിട്ട് ടേബിളിൽ തന്നെ കഴിഞ്ഞിരിക്കാനുള്ള പരിപാടി. ഇത് കണ്ടില്ലേ, പാത്രങ്ങൾ എടുത്തുകൊണ്ടാണ് ഇപ്പോഴത്തെ ഏറ്റവും ഇഷ്ടമുള്ള പരിപാടി കേട്ടോ. അടുക്കളയിൽ വന്നിട്ട് പാത്രം അങ്ങനെ ഗ്ലാസും സ്പൂണൊക്കെ എടുത്തുകൊണ്ടായിട്ട് അതായിട്ടിരുന്ന് കളിക്കുക. അതിൻ്റെ ഇടയിൽ മോനെന്താ വന്നിട്ട് പഠിക്കാനുള്ളതൊക്കെ ചോദിക്കുന്നുണ്ട്. എഴുതാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പറഞ്ഞു കൊടുക്കുക. പിന്നെ രാത്രിക്കുള്ള കുറച്ച് ചിക്കൻ വറുക്കാൻ വേണ്ടിയിട്ട് മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ചിക്കൻ വറുക്കാൻ വെക്കുക കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഡ്രസ്സ് മടക്കി വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാ മോള് എൻ്റെ പിന്നാലെ തന്നെ ഉണ്ട്. അതൊക്കെയാണ് പരിപാടി. ഓരോ ഡോറ് തുറന്നിട്ട് അതിൻ്റെ ഉള്ളിൽ പോയിക്കുക, ഒളിച്ചിക്കുക, അപ്പുറത്ത് കൂടെ ഇറങ്ങി വരിക. ഇങ്ങനെ കളിക്കാൻ നല്ല ഇഷ്ടമാണ്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ കുടുങ്ങുമെന്നാണ് പേടി. ഞാനത് ആ ഡ്രസ്സൊക്കെ മടക്കി വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒപ്പിക്കുക. ഇതെന്താ അയൺ ടേബിളിൻ്റെ ഉള്ളിലുള്ള സ്പോഞ്ച് എന്നിട്ട് പിച്ച് പറിച്ചിടുക. പിന്നെ കബോർഡിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ സാധനങ്ങളൊക്കെ വലിച്ച് താഴെ ഇട്ടുന്നുണ്ട്. അങ്ങനെയുള്ള ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ അവൾ ചെയ്തു തരും. അവളെ കൊണ്ട് പറ്റണതൊക്കെ ചെയ്തു തരും. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് പിടിച്ച് മാറ്റുമ്പോൾ വരുന്നില്ല, അവിടെ തന്നെ നിൽക്കണം. ഇടയ്ക്ക് ഞാൻ ചിക്കനൊക്കെ വന്ന് നോക്കണ്ടായിരുന്നു കേട്ടോ. ചിക്കൻ അങ്ങനെ ഫ്രൈ ആയപ്പോൾ ഞാനതെടുത്ത് മാറ്റുകയാണ്. പിന്നെ മോന് ചോറിനാൻ വേണ്ടിയിട്ട് ചോറ് കൊടുത്തപ്പോൾ തീരെ താല്പര്യമില്ല കേട്ടോ ഭക്ഷണം കഴിക്കാൻ. പിന്നെ നോക്കിയിരിക്കുകയാണ് ഉരുട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒറ്റയ്ക്ക് കഴിക്കുമ്പോൾ നമുക്ക് അങ്ങനെ കഴിച്ചു. പിന്നെ അത് ഞാനും ചോറുണ്ട്. ഉണ്ണിക്ക് അതിൻ്റെ ഇടയിൽ ചോറ് കൊടുത്തു.